Hi all, welcome to Chlorophyll Learning Platform. Today we will discuss another important topic for your QET biology exam. The topic is typhoid. അപ്പോൾ എന്താണ് ടൈഫോയിഡ്? ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇൻഫെക്ഷൻ ആണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫുഡ് ഇൻഫെക്ഷൻ ആണ്. അത് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് അതിന്റെ കോസേറ്റീവ് ഏജന്റ്. അപ്പോൾ ഈ സാൽമോണല്ല ടൈഫി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. ഈ ടൈഫോയിഡിന്റെ വേറൊരു പേരാണ് എൻഡറിക് ഫീവർ. അപ്പോൾ ഇത് വരുന്നത് ഫീക്കൽ അല്ലെങ്കിൽ ഓറൽ റൂട്ടാണ്. പിന്നെ റിസർവെയർ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ് ഇതിന്റെ നാച്ചുറൽ റിസർവെയേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്? മൗത്ത് വഴി എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി, പിന്നെ അത് ബ്ലഡ് സ്ട്രീമിലോട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ബാക്ടീരിയമിയ പോലെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈൻ, ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ, ഗോൾ ബ്ലാഡർ, ഇതെല്ലാം ഇതിന്റെ ടാർഗറ്റ് ഓർഗൻസ് ആണ്. പ്രധാനമായിട്ടും നമുക്കറിയാം ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സിംറ്റംസ് പ്രധാനമായിട്ടും വരുന്നത് ഹൈ ഫീവർ വരും, സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഹൈ ഫീവർ വരും, പിന്നെ ഒരു ജനറൽ വീക്ക്നെസ്, ചിലവർക്ക് ഹെഡ് ഏക്ക് വരാം, ദെൻ അബ്ഡോമിനൽ പെയിൻ പോലെയോ ക്രാംസ് പോലെയൊക്കെ വരാം, ദെൻ കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. ഇനി റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രം ഈ പറഞ്ഞതെല്ലാം ജനറൽ ആയിട്ട് കാണുന്ന സിംറ്റംസ് ആണ്. ഇനി റെയർ കേസസിൽ റോസ് കളേർഡ് സ്പോട്സ് പോലെ ഫോം ചെയ്യാം ചെസ്റ്റിൽ. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് പറയുന്നത്. ഇനി ഡയഗ്നോസിസ് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള വളരെ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വൈഡാൾ ടെസ്റ്റ്. അതൊരു സീറോളജിക്കൽ ടെസ്റ്റ് ആണ്. നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്ത് സീറം സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അത് സ്ലൈഡ് ടെസ്റ്റുമായിട്ടും ചെയ്യാം, ട്യൂബ് ടെസ്റ്റുമായിട്ട് നമുക്ക് വൈഡാല് ചെയ്യാം. ഇനി ഇതല്ലാതെ ബ്ലഡ് കൾച്ചർ, സ്റ്റൂൾ എക്സാമിനേഷൻ, യൂറിൻ എക്സാമിനേഷൻ, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടറും വഴിക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴും ബോയിൽ ചെയ്ത്, അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. പ്രോപ്പർ സാനിറ്റേഷൻ ഫോളോ ചെയ്യുക, ഹാൻഡ് വാഷിംഗ് എല്ലാം പ്രോപ്പറായി ഫോളോ ചെയ്യുക, പ്രോപ്പറായി കുക്ക് ചെയ്ത ഫുഡ് മാത്രം കൺസ്യൂം ചെയ്യുക, കണ്ടാമിനേറ്റഡ് ഫുഡ് ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്സിൻ ഉണ്ട്. ടൈഫോയിഡ് വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു കമ്പൽസറി വാക്സിനേഷൻ ആയിട്ട് നമ്മുടെ ഹെൽത്ത് ചാർട്ടിലോ മറ്റോ വരുന്നതല്ല. വേണമെങ്കിൽ ഓപ്ഷണൽ വാക്സിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്, റീഹൈഡ്രേഷൻ, കാരണം ഡയറിയ ആണ് പ്രധാനപ്പെട്ട ഒരു സിംറ്റം. അപ്പോൾ ഡയറിയ വരുമ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ലോസ് ആവാം. അപ്പോൾ അത് ഇംബാലൻസ് പോകാൻ വേണ്ടി നമുക്ക് ORS കൺസ്യൂം ചെയ്യാം. സോ റീഹൈഡ്രേഷൻ തെറാപ്പി യൂസ് ചെയ്യാം. പ്രോപ്പർ റെസ്റ്റും എടുത്താൽ ഈ ഇൻഫെക്ഷൻ ക്യൂർ ആവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഓർഗാനിസം, അതായത് നമ്മുടെ സാൽമോണല്ല ടൈഫി എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്? അപ്പൊ ഫസ്റ്റ് ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് മൗത്ത് വഴിക്ക്, അതായത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യും. ദെൻ അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ, എസ്പെഷ്യലി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വാളിനെ പെനിട്രേറ്റ് ചെയ്യും. ഇൻറ്റസ്റ്റൈനൽ വാളിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂസിൽ, എസ്പെഷ്യലി പെയേഴ്സ് പാച്ചസിൽ അവർ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം അവർ നമ്മുടെ ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യും. ബ്ലഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷനാണ് ബാക്ടീരിയമിയ. അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് ബ്ലഡിൽ കാണുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബാക്ടീരിയമിയ. അങ്ങനെ പ്രൈമറി ബാക്ടീരിയമിയ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഈ പറഞ്ഞ ഓർഗാനിസംസ് മൾട്ടിപ്പിൾ ഓർഗൻസിലോട്ട് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ലിവർ, സ്പ്ലീന്, ബോൺ മാരോ, അങ്ങനെ ഓർഗൻസിലോട്ട് സ്പ്രെഡ് ചെയ്യും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ബാക്ടീരിയമിയ. അവിടെ അവർ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് അത് എന്ത് ചെയ്യും? ഗോൾ ബ്ലാഡറിനെ ഇൻഫെക്ട് ചെയ്യും. ഗോൾ ബ്ലാഡറിനെ ഇൻഫെക്ട് ചെയ്തതിന് ശേഷം അവിടെയും മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം വീണ്ടും അവർ അഗെയിൻ റിട്ടേൺ ബാക്ക് ടു ദ ഇൻറ്റസ്റ്റൈനിലോട്ട് വരും. ദെൻ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പറഞ്ഞ ഫീക്കസും യൂറിനും ഒക്കെ വഴിക്ക് എക്സ്ക്രീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അഗെയിൻ ഈ പറഞ്ഞ ഫീക്കസും യൂറിനും വഴി, അതായത് ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആളുടെ ഫീക്കസ് യൂറിൻ വഴി അഗെയിൻ നെക്സ്റ്റ് ഒരാൾക്ക് ഇത് സ്പ്രെഡ് ആവാം. ഇതാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ.
നിങ്ങൾക്ക് ഓർഗാൻസിനെ കുറിച്ച് ഒരു പൊതുവായ ഒരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ബാക്ടീരിയ ഈസ് ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ. ഇപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഒരുപാട് സ്പീഷീസുകൾ കൊടുത്തിട്ടുണ്ട്. സാൽമോണ ടൈഫി, സാൽമോണ പാരാടൈഫി, സാൽമോണ എൻട്രൈറ്റിഡിസ്, ഇതെല്ലാം സാൽമോണയുടെ ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ബട്ട് ഈ പറഞ്ഞ ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ എൻട്രിക് ഫീവറിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ സാൽമോണല്ല ടൈഫി. ഇതിന്റെ ആൻസർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും. സോ ദ ആൻസർ ഈ സാൽമോണല്ല ടൈഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് കൺവെൻഷനലി യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസ് ഓഫ് ടൈഫോയിഡ് ഫീവർ. നമ്മൾ ടൈഫോയിഡ് ഫീവർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കൺവെൻഷനലായി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ്. എലൈസ, മാൻഡോസ് ടെസ്റ്റ്, PCR, ഇതൊക്കെയാണ് ബാക്കി ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസും ഇതിൽ വന്നിട്ടില്ല. ബട്ട് മേ ബി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാം. അപ്പൊ ഇതിൽ വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സീറോളജിക്കൽ അനാലിസിസ് ആണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്ത് സീറം സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്. അത് സ്ലൈഡ് ടെസ്റ്റ് ആയിട്ടും ട്യൂബ് ടെസ്റ്റ് ആയിട്ടും നമുക്ക് ചെയ്യാം. വൈഡാലിന്റെ ആന്റിജൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പെർഫോം ചെയ്യുന്നത്. So the answer for this question is Widal test. അതൊരു serological analysis ആണ്. Next question, which one of the following is the mode of transmission for Salmonella typhi? നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഏത് വഴിക്കാണ് ഈ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതെന്ന്. അപ്പോൾ ഇതിലെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിക്ക് ഫീക്കൽ ഓർ ഓറൽ റൂട്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അത് ഫീക്കൽ ഓർ ഓറൽ റൂട്ട് വഴിക്കാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓർഗൻ ഡസ് സാൽമോണല്ല ടൈഫി പ്രൈമർലി proliferate ആൻഡ് കോസ് ഇൻഫെക്ഷൻ. ഈ തന്നിട്ടുള്ളതിൽ ഏത് ഓർഗനിലാണ് സാൽമോണല്ല ടൈഫി ആദ്യമായിട്ട് പ്രോലിഫറേറ്റ് ചെയ്ത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു മൗത്ത് വഴി എൻട്രി ചെയ്തതിന് ശേഷം അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അത് ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അതിനുശേഷം അത് ബ്ലഡിലോട്ട് സ്പ്രെഡ് ചെയ്യും. പ്രൈമറി ബാക്ടീരിയമി ഉണ്ടാവും. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ ഓർഗൻസ്, ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ, ഇതിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡറി ബാക്ടീരിയമിയെ കോസ് ചെയ്യുന്നു. അതിനുശേഷം ഗോൾ ബ്ലാഡറിൽ പോയി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. ദെൻ അഗെയിൻ റിട്ടേൺ ബാക്ക് ടു ഇൻറ്റസ്റ്റൈൻ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ പെയേഴ്സ് പാച്ചസ് ഓഫ് ദ ഇലിയം, അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Next question, identify the correct statement about typhoid Mary in the history of medicine. ടൈഫോയിഡ് മേരിയുടെ കഥ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ടൈഫോയിഡ് മേരി എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നവരായിരുന്നു. അതൊരു ക്രോണിക് കാരിയർ ആയിരുന്നു. അതായത് ഒരു കാരിയർ സ്റ്റേറ്റിൽ അവർ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ റിമെയിൻ ചെയ്തു. കാരിയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പല ടൈപ്പ് കാരിയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ആ ഓർഗാനിസം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ സാൽമോണല്ല ടൈഫി ഓർഗാനിസം അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. ബട്ട് അത് അവർ അസിംറ്റമാറ്റിക് സ്റ്റേജിലായിരിക്കും. പക്ഷെ അവരറിയാതെ തന്നെ അവർ അത് ആ ഓർഗാനിസത്തിനെ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സ്റ്റേറ്റിനെയാണ് കാരിയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാലം ഒരു ക്രോണിക് കാരിയർ ആയിരുന്നു. ആ ഒരു കാരിയർ ആയിട്ട് ഇരുന്നുകൊണ്ട് അവർ ഒരുപാട് പേർക്ക് അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഷി വാസ് എ ക്രോണിക് കാരിയർ ഓഫ് സാൽമോണല്ല ടൈഫി ഫോർ മെനി ഇയേഴ്സ് ഹൂ സ്പ്രെഡ് ദ ഡിസീസ് ബൈ ഫുഡ്. Next question, which of the following is a severe complication of typhoid fever? Typhoid feverന്റെ കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ അതിൽ സിവിയർ കോംപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൽ ന്യൂമോണിയ കൊടുത്തിട്ടുണ്ട്, കിഡ്നി ഫെയിലിയർ കൊടുത്തിട്ടുണ്ട്, ബ്ലൈൻഡ്നെസ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കാം ഇതിന്റെ ആൻസർ? നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്നതാണ്. സിവിയർ കോംപ്ലിക്കേഷൻ ഏതാണെന്നുള്ളതും അറിയുന്നതാണ്. നമ്മൾ സിംറ്റംസ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞതുമാണ്. So answer for this question is intestinal perforation and death. അപ്പൊ എന്താണ് ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ? ഈ ഓർഗാനിസം നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വാളിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫുഡും ഈ പറഞ്ഞ ഓർഗാനിസംസും എല്ലാം കൂടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് റിലീസ് ചെയ്യും. അങ്ങനെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഒപ്പം തന്നെ ചിലപ്പോൾ ഡെത്തും ഉണ്ടാവാം. സോ ഇതിന്റെ സിവിയർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷനും ഡെത്തും ആണ്. Next question, Salmonella typhi is characterized as which type of bacteria? അപ്പോൾ നിങ്ങൾക്ക്
ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ അറിയുന്നുണ്ടാവും. ക്രിസ്ത്യൻ ഗ്രാം എന്ന പേരുള്ള സയന്റിസ്റ്റ് ബാക്ടീരിയനെ രണ്ടായി തിരിച്ചു, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ആയിട്ട് തിരിച്ചു. അതെങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്തത്? ബേസ്ഡ് ഓൺ ദിയർ സെൽ വാൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പെപ്റ്റിഡോഗ്ലൈക്കൺ കണ്ടന്റിൽ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് ബാക്ടീരിയനെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചു, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ഇനി അതിൽ തന്നെ അവരുടെ ഷേപ്സ് അനുസരിച്ച് റോഡ് ഷേപ്ഡ് ഉണ്ട്, കോക്കസ് ഓർ സ്ഫെറിക്കൽ ഷേപ്ഡ് ഉണ്ട്, ദെൻ കൊമാ ഷേപ്ഡ് ബാക്ടീരിയ ഉണ്ട്, ദെൻ സ്പൈറൽ ഷേപ്ഡ് ഓർ സ്പൈറോക്കീറ്റ്, അതായത് റിജിഡ് ആയിട്ടുള്ള റോഡ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡ്, അങ്ങനെ നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ അറേഞ്ച്മെന്റ്സ്, അതായത് സിംഗിൾ ആയിട്ടാണോ, കോക്കയാണെങ്കിൽ സിംഗിൾ കോക്കയാണോ, അല്ലെങ്കിൽ ഡിപ്ലോ കോക്കയാണോ, ദെൻ കോക്കയിൻ ക്ലസ്റ്റേഴ്സ് ആണോ, അങ്ങനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത് ഏതായിരിക്കാം? അപ്പോ ഗ്രാം പോസിറ്റീവ് ആണോ അതോ ഗ്രാം നെഗറ്റീവ് ആണോ? അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാത്തജൻ സാൽമോണല്ല ടൈഫി എൻറ്റേഴ്സ് ദ ഹ്യൂമൻ ബോഡി ത്രൂ വിച്ച് റൂട്ട്? ഏത് റൂട്ടിലൂടെയാണ് ഈ സാൽമോണല്ല ടൈഫി നമ്മുടെ ബോഡിയിൽ എത്തിച്ചേരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗത്ത് വഴി അത് ഇൻഡസ്റ്റൈനിലോട്ടാണ് എത്തുന്നത് അല്ലേ? സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തി അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ ബ്ലഡിൽ എൻ്റർ ചെയ്ത് ദെൻ മൾട്ടിപ്പിൾ ഓർഗൻസിലോട്ട് സ്പ്രെഡ് ചെയ്ത് ദെൻ അഗെയിൻ ബാക്ക് ടു ഇൻഡസ്റ്റൈൻ അല്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കാം? So the answer for the above question is intestinal tract. Next question, which of the following is not a typical symptom of typhoid fever? Question ശ്രദ്ധിക്കണേ, നോട്ട് എന്നുള്ള അങ്ങനെയുള്ള ടേംസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് വരാൻ സാധ്യത ഉണ്ട്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് എ ടിപ്പിക്കൽ സിംറ്റം ഓഫ് ടൈഫോയിഡ് ഫീവർ എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ സിംറ്റംസ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സസ്റ്റെയിൻഡ് ഹൈ ഫീവർ, വീക്ക്നെസ്, ഹെഡ് ഏക്ക്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഏതായിരിക്കാം ഇതിന്റെ ആൻസർ? അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് ന്യൂമോണിയയ്ക്കാണ് ആ ഒരു സിംറ്റം പറയുന്നത്. അപ്പോൾ ബാക്കി പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ടൈഫോയിഡ് ഫീവറിന്റെ ഓപ്ഷൻസ് ആണ്, ആൻസേഴ്സ് ആണ്. ബട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അതിന്റെ ആൻസർ അല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, ദ VI ആന്റിജൻ ഓഫ് സാൽമോണല്ല ടൈഫി ഈസ്? അപ്പോൾ സാൽമോണല്ല ടൈഫിയുടെ ആന്റിജൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയേണ്ടത് സൊമാറ്റിക് ആന്റിജൻ അല്ലെങ്കിൽ O ആന്റിജൻ ആണ്. ഈ സൊമാറ്റിക് ആന്റിജൻ കാണുന്നത് സെൽ വോളിലാണ്. ദെൻ ഫ്ലജെല്ലാർ ആന്റിജൻ ഓർ H ആന്റിജൻ, ഫ്ലജെല്ലാർ ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ള ഫ്ലജെല്ലയിൽ, അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. നമുക്ക് ഡൗട്ട് വരിക സൊമാറ്റിക് ആന്റിജൻ, സോ ആ ഒരു ഇതിൽ ഓർത്തു വെച്ചാൽ മതി, സെൽ വോളിലാണ് കാണുന്നത്. നെക്സ്റ്റ് പറയേണ്ടത് VI ആന്റിജൻ. VI ആന്റിജൻ എന്ന് പറയുന്നത് ക്യാപ്സുലാർ പോളിസാക്കറൈഡ് ആന്റിജൻ ആണ്. അതായത് ഓരോ ഓർഗാനിസത്തിന്റെ വിർലൻസിറ്റിക്ക് കാരണമായിട്ടുള്ള ആന്റിജൻ ആണ് VI ആന്റിജൻ. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസിനെ വിർലന്റ് ആക്കാൻ അല്ലെങ്കിൽ പാത്തോജനിക് ആക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് ക്യാപ്സ്യൂൾ. ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് എല്ലാം പാത്തോജനിക് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിലെ 3 ആന്റിജൻസ് ആണ് സൊമാറ്റിക് ആന്റിജൻ ഓർ O ആന്റിജൻ, ഫ്ലജെല്ലാർ ആന്റിജൻ ഓർ H ആന്റിജൻ, ദെൻ VI ആന്റിജൻ അല്ലെങ്കിൽ ക്യാപ്സുലാർ പോളിസാക്കറൈഡ് ആന്റിജൻ. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ VI ആന്റിജൻ ഓഫ് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത് ക്യാപ്സുലാർ പോളിസാക്കറൈഡ് ആന്റിജൻ ആണ്. സോ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ടൈഫോയിഡ് നന്നായി പഠിക്കുക. ഇനി ഇതുവരെ പഠിക്കാത്തവരെ, പഠിച്ചു തുടങ്ങാത്തവരെ ഒട്ടും വിഷമിക്കേണ്ട, ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയുള്ള ദിവസം പ്രൊഡക്റ്റീവായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കും QAT എക്സാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ കണ്ട് നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.